Hello everyone, welcome back to Debbie's Corner. ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ന്യൂഡിൽസ് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ വെള്ളം എടുത്ത് വെള്ളം ചൂടായതിന് ശേഷം നമ്മുടെ ന്യൂഡിൽസ് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ വേവിക്കുകയാണ്. നന്നായിട്ട് കിടന്നൊന്ന് വേവട്ടെ. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വെന്ത് തുടങ്ങിയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ എന്ന് പറയുന്നത് നമ്മുടെ പനിക്കൂർക്കയില ഉണക്കിയത് പൊടിച്ച സംഭവമാണ് ഈ ഒറിഗാനോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വേണ്ടിയവർ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട, അല്ലാത്തവർക്കൊക്കെ നമുക്ക് ആഡ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്ന് വേവാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു നല്ല വേവായതിനു ശേഷം മാത്രം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പാക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണുമല്ലോ, മാഗിയുടെ കൂടെ ആണെങ്കിലും ഇപ്പിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്കൊരു സീസണിങ് കാണുമല്ലോ. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ UK വാങ്ങിച്ച സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് നാട്ടിലെ പോലെ ഒരു മസാല കളറല്ല, ഒരു യെല്ലോയിഷ് കളറാണ് ഇതിൻ്റെ പൗഡറിന് വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുത്തു. വീണ്ടും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുക്കിംഗ് ടൈം കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്തൊരു പാത്രം വെക്കുകയാണ്. അതിലാണ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട്, നമ്മുടെ സൺഫ്ലവറാണ് ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് മുട്ട പൊട്ടിക്കുകയാണ്. ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട പൊട്ടിച്ച് നന്നായിട്ട് നമ്മുടെ എന്താ പറയുക, മുട്ടത്തോരനെ വെക്കുന്ന ഒരു രീതിയിൽ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് കുറച്ച് ബീൻസാണ്. ഒരു 4-5 ബീൻസ് എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതൊന്ന് ആഡ് ചെയ്യുകയാണ്. പിന്നെ പച്ചമുളക്, ഒരു ഹാഫ് പച്ചമുളക് എന്ന് പറയാം, അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റ് ചെറുതായിട്ടിങ്ങനെ ചിക്ക് ചെയ്ത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സാധാരണ പോലെ വേവുക ഒന്നും വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് പച്ച ചുവ മാറിയാൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നത്, കുരുമുളക്. അപ്പോൾ എരി ആവശ്യമുള്ളവർക്ക് അതിടാവുന്നതാണ്. എരി വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഗരം മസാലയാണ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അതും വീണ്ടും ഒന്ന് എല്ലാത്തിലും പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് ഈ എഗ്ഗിലോട്ട് ആഡ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കഥാപാത്രമായ ഉപ്പാണ്. ഓക്കെ, അപ്പോൾ ഉപ്പ് എല്ലാവരുടെയും ആവശ്യത്തിനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട വെജിറ്റബിളാണ് നമ്മുടെ ക്യാപ്സിക്കം. അപ്പോൾ ക്യാപ്സിക്കം ഇതിൻ്റെ 4/1 ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ചെറിയ പീസാക്കി ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചച്ചവ മാറാൻ വേണ്ടി മാത്രം നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കുരുമുളകും മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് കണക്കൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച്. ഇച്ചിരി ഉപ്പ് പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചില്ലി സോസാണ്. ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് വെജിറ്റബിൾസിലും എഗ്ഗിലും ഒക്കെ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-2.5 മിനിറ്റൊക്കെ മാത്രമാണ് ഞാനിതൊന്ന് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മാഗി ന്യൂഡിൽസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പിടിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഈ എഗ്ഗും നമ്മുടെ ഈ വെജിറ്റബിൾസും എല്ലാം ഈ ന്യൂഡിൽസിനകത്ത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിലേക്ക് സോയ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സോയ സോസാണ് അതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 4-5 ഡ്രോപ്പ് സോസ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് സെർവ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും. കണ്ടോ, നല്ല ചൂടുള്ള അടിപൊളി ന്യൂഡിൽസാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. See you on next video. Bye bye.